Hello all, welcome to my channel Teacher at Home. Today class we are going to learn the fourth chapter of the ninth class, that is periodic table. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് അല്ലേ? എന്താ all substances in the universe are formed by the combination of elements. എല്ലാ സബ്സ്റ്റൻസസും എന്തുകൊണ്ട് ഫോം ചെയ്തതാണ്? എലമെന്റ്സ് കമ്പൈൻ ചെയ്തിട്ടാണ് സബ്സ്റ്റൻസസ് ഫോം ചെയ്യുന്നത്. സോ ഫാർ അബൌട്ട് 120 എലമെന്റ്സ്. അപ്പൊ നമ്മൾ എത്രണ്ണം കണ്ടുപിടിച്ചിട്ടുണ്ട്? 120 എലമെന്റ്സ് ആണ് നമ്മൾ ഇത്ര ഡിസ്കവർ ചെയ്തിരിക്കുന്നത്. ഓൺലി ഓഫ് ദീസ് ഓൺലി 90 എലമെന്റ്സ് ആർ സീൻ ഇൻ നേച്ചർ. പ്രകൃതിയിൽ കാണപ്പെടുന്നത് എത്രയാണ്? 90 എലമെന്റ്സ് ആണ് കാണപ്പെടുന്നത്. ദ റെസ്റ്റ് ബാക്കിയുള്ളത് ഏതൊക്കെയാണ്? ദർ ആർട്ടിഫിഷ്യൽ എലമെന്റ്സ്. യു മൈറ്റ് ഹാവ് സീൻ എ ടേബിൾ ഓഫ് ദീസ് എലമെന്റ്സ് ഇൻ ദ സയൻസ് അല്ലെ? സയൻസ് ബുക്കിൽ നമ്മൾ ഈ ഒരു ടേബിൾ കണ്ടിട്ടുണ്ട്. That is known as the periodic table. Henry Moseley through his experiments proved that the properties of elements depend upon the അപ്പോൾ എലമെന്റ്സിന്റെ പ്രോപ്പർട്ടി എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും? അറ്റോമിക് നമ്പറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അല്ലെ? According to this, elements are arranged in the periodic table in the increasing order of the atomic number. അപ്പോൾ എലമെന്റ്സിനെ നമ്മൾ എങ്ങനെയാണ് periodic table അറേഞ്ച് ചെയ്തിരിക്കുന്നത്? According to the increasing order of atomic number. This table is also known as ഈ ടേബിളിനെ നമ്മൾ എന്ത് പറയും? Modern periodic table എന്ന് പറയും. It is clear that there was existed in the periodic table earlier. Into the history, it was Lavoisier who first made an attempt to classify elements. അപ്പോൾ ലാവോസിയർ ആണ് ആദ്യമായിട്ട് എന്ത് ചെയ്തത്? എലമെന്റ്സിനെ ക്ലാസിഫൈ ചെയ്തത്. In 1789, the non-30 elements were classified. 30 എലമെന്റ്സിനെ എങ്ങനെയായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്? മെറ്റൽസും നോൺ മെറ്റൽസും എന്നിങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. But he was not able to classify metalloids that show the properties of metals. അപ്പോൾ മെറ്റലോയിഡ്സ് ക്ലാസിഫൈ ചെയ്തിട്ടില്ല, which shows the properties അല്ലെ? മെറ്റലോയിഡ്സ് എന്താണ് ഷോ ചെയ്യുക? പ്രോപ്പർട്ടീസ് ഓഫ് മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ്. ദിസ് വാസ് വൺ ഓഫ് ദ ലിമിറ്റേഷൻസ് ഓഫ് ദ ക്ലാസിഫിക്കേഷൻ. അപ്പൊ ഈ ക്ലാസിഫിക്കേഷന് ഒരു ലിമിറ്റേഷൻ വന്നത് എന്തുകൊണ്ടാണ്? നോട്ട് ഏബിൾ ടു ക്ലാസിഫൈ അല്ലെ? മെറ്റലോയിഡ്സിനെ മെറ്റൽസും നോട്ട് മെറ്റൽസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റിയില്ല. After Lavoisier, it was Dobereiner who gave a notable contribution in the classification of elements. അപ്പോൾ ലേവോസിയറിന് ശേഷം ഡോബർനർ ആണ് എന്ത് ചെയ്തത്? എലമെന്റ്സിനെ ക്ലാസിഫൈ ചെയ്തത്. അദ്ദേഹം എന്താ ഫോം ചെയ്തത്? ട്രയാഡ്സ് പറഞ്ഞ 3 എലമെന്റ്സ് ഹാവിംഗ് ദ സിമിലർ പ്രോപ്പർട്ടീസ് അല്ലെ? 3 എലമെന്റ്സ് ഒരേ പ്രോപ്പർട്ടി ഷോ ചെയ്യണതിനെ ഗ്രൂപ്പ് ചെയ്തു. അതിനെയാണ് എന്ത് പറഞ്ഞത്? ട്രയാഡ്സ് എന്ന് പറഞ്ഞത്. ഇൻ ദ ട്രയാഡ്സ് the atomic see here element lithium, sodium, potassium, calcium, strontium, barium, chlorine, bromine and iodine. In the triads, the atomic mass of the second element was approximately the arithmetic mean of the first. Second element was arithmetic mean of the first and the third elements. അപ്പോൾ ആദ്യത്തെയും അവസാനത്തെയും, that is 3, if you are considering 3 elements, the arithmetic mean of the 2 elements will be the second one. Okay, all elements could not be classified into triads, which was the limitation of. അപ്പോൾ എല്ലാ എലമെന്റ്സും നമുക്ക് ഇതുപോലെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റില്ലല്ലോ, അതാണ് ഇതിന്റെ ഒരു ലിമിറ്റേഷൻ ആയിട്ട് കണ്ടത്. In 1866, when Newlands arranged the non-56 elements in the increasing order, അപ്പോൾ 56 എലമെന്റ്സിനെ എങ്ങനെ ക്ലാസിഫൈ ചെയ്തു? Increasing order of atomic mass ആയിട്ട് ക്ലാസിഫൈ ചെയ്തു. He found that properties of the 8 elements is a repetition of those of the first element. അപ്പൊ 8 എലമെന്റ്സിന്റെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഫസ്റ്റ് എലമെന്റ്സിന്റെ എന്താണ്? റിപ്പിറ്റേഷൻ ആണ്. He compared this to the 7 notes of music. അപ്പൊ ഇതിനെ എന്തായിട്ടാ കമ്പയർ ചെയ്തത്? മ്യൂസിക്കിന്റെ 8 നോട്ട്സ് ആയിട്ട് കമ്പയർ ചെയ്തു. 8 നോട്ട് is the repetition of the first note. സ രി ഗ മ പ ദ നി സ. അങ്ങനെയാണ് അതിനെ 8 നോട്ട്സ് ആയിട്ട് ക്ലാസിഫിക്കേഷൻ ചെയ്ത്. അതിനെയാണ് എന്ത് പറയാ? 8 itself it is means octaves, law of octaves. But one of the noted limitation of this was the elements with high atomic number. അപ്പൊ എലമെന്റ്സിന് ഹയർ അറ്റോമിക് നമ്പർ, എല്ലാത്തിനും ഒരു ലിമിറ്റേഷൻസ് നമ്മൾ കാണുകയാണ് അല്ലെ? ഹയർ അറ്റോമിക് നമ്പറിനെ ഇങ്ങനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റില്ല. That is octave of Newlands. Element lithium, atomic mass 7, sodium 23, element potassium, atomic mass 39. Classification using table. It was the Russian scientist Dmitry Ivanovich Mendeleev, that is Dmitry Ivanovich Mendeleev, who created a table for the first time for the classification. അപ്പോൾ എലമെന്റ്സിനെ ആദ്യമായിട്ട് ക്ലാസിഫൈ ചെയ്തത് ആരാണ്? Dmitry Ivanovich Mendeleev. Later Mendeleev came to be known as, അപ്പോൾ മെൻഡലീവിനെയാണ് നമ്മൾ എന്ത് പറയുക? ഫാദർ ഓഫ് മോഡേൺ പീരിയോഡിക്, ഫാദർ ഓഫ് പീരിയോഡിക് ടേബിൾ എന്ന് പറയുന്നത് മെൻഡലീവ് ആണ്.
The periodic table, which became a milestone in the history of classification of elements, had 63 elements when it was created. അപ്പോൾ ആദ്യമായിട്ട് ഈ പീരിയോഡിക് ടേബിൾ രൂപീകരിച്ചപ്പോൾ എത്ര എലമെന്റ്സ് ഉണ്ടായിരുന്നു? 63 എലമെന്റ്സ് ആണ് ഉണ്ടായിരുന്നത് അല്ലെ? Mendeleev arranged these elements in the table in the increasing order of the atomic mass. അപ്പൊ Mendeleev എങ്ങനെയാണ് ഇതിനെ ക്ലാസിഫൈ ചെയ്തത്? നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് അറ്റോമിക് മാസിന്റെ അടിസ്ഥാനത്തിലാണ് മെൻഡലീവ് എലമെന്റ്സിനെ ക്ലാസിഫൈ ചെയ്തത്. When arranged so, he found that the chemical and physical properties of elements repeat regular intervals. അപ്പൊ ഇങ്ങനെ അറേഞ്ച് ചെയ്തപ്പോ മെന്റലീവ് എന്താ കണ്ടത്? കെമിക്കലും ഫിസിക്കൽ പ്രോപ്പർട്ടീസും അല്ലെ റിപ്പീറ്റ് ചെയ്യണതായിട്ട് അദ്ദേഹം നോട്ടീസ് ചെയ്തു. Based on the Mendeleev proposed periodic law of elements, AB, that is transition series, we can see. Advantages of Mendeleev's periodic table. അപ്പോൾ ഇതിന്റെ ഗുണം എന്താ? Elements were classified in such a way that elements of similar properties was placed in the same group. അപ്പോൾ ഇങ്ങനെ ക്ലാസിഫൈ ചെയ്തപ്പോൾ എലമെന്റ്സിനെ ഇങ്ങനെ ക്ലാസിഫൈ ചെയ്തപ്പോൾ എന്താ സംഭവിച്ച? ഒരേ പ്രോപ്പർട്ടി ഉള്ള എലമെന്റ്സിനെ ഒരു ഗ്രൂപ്പ് ആക്കി നമ്മൾ ക്ലാസിഫൈ ചെയ്തു. ലേണിംഗ് കെമിസ്ട്രി വാസ് ദസ് മേഡ് ഈസിയർ. അപ്പൊ ഇങ്ങനെ ക്ലാസിഫൈ ചെയ്തപ്പോ എലമെന്റ്സിനെ ഇങ്ങനെ ക്ലാസിഫൈ ചെയ്തപ്പോ എന്താണ്? എലമെന്റ്സിനെ കെമിസ്ട്രി ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റി. സം എലമെന്റ്സ് ഡിഡ് നോട്ട് ഫോളോ ദ കറക്റ്റ് അസെൻഡിങ് ഓർഡർ ഓഫ് ദ അറ്റോമിക് മാസ്. അപ്പൊ ചില എലമെന്റ്സിന് കറക്റ്റ് ആയിട്ട് അസെൻഡിങ് ഓർഡർ അനുസരിച്ചിട്ടൊന്നും ക്ലാസിഫൈ ചെയ്തില്ല. He pointed out that this could be due to the wrong determination of atomic mass കൊണ്ടാവും ഇത് സംഭവിച്ചത്. Later this led to the correction of the wrongly determined atomic masses. Atomic mass of beryllium was redetermined from 14 to 9. Columns were left vacant for elements which were known at that time, and the properties were also predicted. അപ്പൊ കോളംസ്, ചില കോളം ഒക്കെ എന്താണ് വാക്കന്റ് ആയിട്ട് വെച്ചു അല്ലെ? കാരണം ആ സമയത്ത് ഇതൊന്നും കണ്ടുപിടിച്ചിട്ടില്ല. Group and period. The vertical column in the periodic table is known as group. Vertical column, കോളത്തിനെ നമ്മൾ എന്തായിട്ട് പറയും? ഗ്രൂപ്പ് ആയിട്ട് പറയും. പിന്നെ elements in the group exhibit similar chemical and physical properties. Horizontal rows, ഹൊറിസോണ്ടൽ ആയിട്ടുള്ള റോനെ നമ്മൾ എന്ത്, അതായത് കോളംസിന് ഗ്രൂപ്പ്സും റോനെ നമ്മൾ എന്ത് പറയും? പീരീഡ് ആയിട്ടും പറയും. Limitation of Mendeleev periodic table. Elements with a large number of properties were included in the same group. Hard metals like copper and silver were included along with the soft metals. അപ്പോൾ ഹാർഡ് മെറ്റൽസ് ഏതൊക്കെയാണ്? കോപ്പറും സിൽവറും അല്ലെ? അത് ഇൻക്ലൂഡ് ചെയ്തു. ഏതിന്റെ ഒപ്പം? സോഡിയം, പൊട്ടാസ്യം. No proper position could be given to the element hydrogen. ഹൈഡ്രജന് പ്രത്യേകം പൊസിഷൻ ഒന്നും കൊടുക്കാൻ പറ്റിയില്ല. നോൺ മെറ്റാലിക് ഹൈഡ്രജൻ വാസ് പ്ലേസ്ഡ് along with the metals. അപ്പൊ നോൺ മെറ്റാലിക് ആയിട്ടുള്ള ഹൈഡ്രജൻ എവിടെ പ്ലേസ് ചെയ്തത്? മെറ്റൽസിന്റെ കൂടെ അല്ലെ? ലിഥിയം, സോഡിയം, പൊട്ടാസ്യം. The increasing order of atomic mass was not strictly followed throughout. അപ്പൊ ഈ increasing order ഒന്നും എല്ലാ എലമെന്റ്സിലും ഫോളോ ചെയ്യാൻ പറ്റിയില്ല. Modern periodic table. In 1869, Mendeleev was framing the periodic table. There was no clear idea formed about the fundamental particles or structure of atom. അപ്പൊ ഈ സമയത്ത് 1869 മെന്റലീഫ് ഈ പീരിയോഡിക് ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന് ഈ ഫണ്ടമെന്റൽ പാർട്ടിക്കിൾസ് ഇല്ലേ, സ്ട്രക്ചർ ഓഫ് ആറ്റം, അതിനെ കുറിച്ചൊന്നും യാതൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. Mostly through his X-ray diffraction experiment, gave serial number to the elements. അപ്പൊ it is called atomic number. അപ്പൊ സീരിയൽ നമ്പർ കൊടുത്തതാണ് പിന്നീട് അറ്റോമിക് നമ്പർ ആയിട്ട് വന്നത് അല്ലെ? വാസ് മോഡിഫൈഡ്, പിന്നെ മോഡിഫൈ ചെയ്തു. കെമിക്കൽ ആൻഡ് പ്രോപ്പർട്ടീസ് ഓഫ് ആൻഡ് their atomic numbers. ഇതാണ് പീരിയോഡിക് ടേബിൾ. See here, lithium 3, hydrogen 1, helium 2, sodium, potassium, lithium, beryllium, boron. അപ്പൊ ഈ പീരിയോഡിക് ടേബിൾ അനുസരിച്ചിട്ട് നമുക്ക് atomic number കണ്ടുപിടിക്കാൻ പറ്റും. Analyze the modern periodic table and complete the following. Total number of periods. എത്ര periods ആ ഉള്ളത്? 7 periods ആ ഉള്ളത് അല്ലെ? See here, 1, 2, 3, 4, 5, 6, 7. അപ്പൊ ഇങ്ങനെ ഉള്ളതിനെയാണ് നമ്മൾ എന്ത് പറയുക? Periods എന്ന് പറയാ. Shortest period, it is the first period. The number of elements in the third period is 8. Total number of groups present is 18. Electronic configuration and position in periodic table. What involve the facts related to carbon in the periodic table and write them. Name carbon, symbol, Ca,
etc. Okay. Electronic configuration തന്നിട്ടുണ്ട്. ഇതെന്താ? ഹൈഡ്രജൻ 1 അല്ലേ? അപ്പൊ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1. ലിഥിയം 3. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ നേരത്തെ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. 3 ആവുമ്പോൾ ആദ്യത്തെ ഷെല്ല് 2, രണ്ടാമത്തേല് 1. സോഡിയം 11. അപ്പൊ 281. Then potassium 19. 2881. Rubidium 37. That is 2818. This is the most maximum number of electrons that can be holded in the third shell. It is 18. Then it is distributed to the next shell. Okay. What is the peculiarity seen in the electronic configuration of outermost shell of these elements? Outermost shell like നമ്മൾ എന്താ ഒരു peculiarity ഇതിൽ കണ്ടത്? ഒരു element ആണ് present ചെയ്തിരിക്കുന്നത് അല്ലേ? ഒരു electron. What is the nature of the chemical bond formed? ഒന്നായതുകൊണ്ട് that is ionic bond. അപ്പോൾ electronic configuration of elements in the group 2 ഇതുപോലെ അനലൈസ് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്താ കാണാൻ പറ്റുക? They are called alkaline earth elements. Chemical properties of the elements depend on the number of electrons അല്ലേ? Chemical property എന്തിനെ ഡിപെൻഡ് ചെയ്യും? Number of electron present in the outer shell. Outer shell എത്ര electrons ആണ് ഉള്ളത് അതിനെ ഡിപെൻഡ് ചെയ്യും എന്ത്? Chemical properties. Hence elements present in the same group exhibit similarity in the chemical process. ഒരേ ഗ്രൂപ്പിലാണെങ്കിൽ എന്ത്? Similarity in the chemical properties. Analyze the periodic table and write the group and period of the elements. The group number is the number of electrons in the outermost shell for the elements in 1 and 2. അല്ലേ? 1 and 2 ഗ്രൂപ്പിൽ എന്താണ്? എത്ര ഗ്രൂപ്പ് നമ്പർ എന്ന് പറയുന്നത് ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട് അതാണ് അതിന്റെ ഗ്രൂപ്പ് നമ്പർ. സെക്കൻഡ് പീരിയോഡിക് എലമെന്റ്സ് 13 ഫ്രം സെക്കൻഡ് എലമെന്റ്സ് പീരീഡ് എലമെന്റ്സ് എത്രയാണ്? 13 തൊട്ട് 18 വരെയാണ്. അപ്പൊ 13ന്റെ കോൺഫിഗറേഷൻ മീൻസ് 2, 8 and 3 അല്ലെ? ഇത് ആദ്യത്തെ അവസാനത്തെ മാത്രമാണ് തന്നിരിക്കുന്നത്. 14 എന്ന് പറയുമ്പോൾ 2, 8, 4. അപ്പൊ ഫോർത്ത്. 15 2, 8, 5. ഓക്കെ. We get the group number of the elements by adding 10 to the number of electrons in the outer shell. Group number എങ്ങനെ കിട്ടുക? 10 അതിന്റെ കൂടെ ആഡ് ചെയ്യുക. അത് കണ്ടില്ലേ? ഇപ്പൊ നോക്കൂ, ഔട്ടർ ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? 3 ഇലക്ട്രോൺസ്. അതിന്റെ കൂടെ 10 13. 4 ഇലക്ട്രോൺസ് കാർബൺ 14. 5 ഇലക്ട്രോൺസ് നൈട്രജൻ 15. 6 ഇലക്ട്രോൺസ് ഓക്സിജൻ 16. Okay. Periodic number of group 1, it is given in the table. Is there any relation between this? So coming under sodium, calcium, gallium and India. അപ്പോൾ ഇതിന്റെ പീരിയോഡിക് ടേബിൾ പറയുമ്പോൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എത്രയുണ്ട്? 281. 11 ആണ് ഇതിന്റെ അറ്റോമിക് നമ്പർ അല്ലേ? അതുപോലെ ഗാലിയം കാൽഷ്യം 20. 2882. നമ്പർ ഓഫ് ഷെൽസ് 4. ഇതിലാണെങ്കിലോ 3 ഷെല്ല് അല്ലെ? എത്ര ഇലക്ട്രോൺസ് ആണ് ഓരോ ഓർബിറ്റ് ഓക്യുപ്പൈ ചെയ്യണത് അതാണ് അതിന്റെ ഷെല്ല്. ഇതിൽ എത്രയുണ്ട്? 3. ഇതിൽ 4. ദിസ് വൺ 4. ദിസ് വൺ 5. പീരിയോഡിക് നമ്പറാ. പീരിയോഡിക് നമ്പർ 3. ഓക്കെ. ദിസ് വൺ 3 എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഷെൽസ്. എത്ര ഷെല്ല? ഇതിൽ 3. അപ്പൊ 3. കാൽഷ്യം ആണെങ്കിലോ 4. അപ്പൊ നമ്പർ ഓഫ് പീരിയോഡിക് നമ്പർ എത്രയാ? 4. ഗാലിയം ആണെങ്കിൽ ഇതിൽ എത്രയാ? 4. So it is the periodic number is 4. India 5. Periodic number is 5. The number of shell in an element and the number of period to which belongs are the same. അതായത് എത്രയാണോ പീരിയോഡിക് നമ്പർ ഓഫ് ഷെൽസും നമ്പർ ഓഫ് പീരീഡും എന്തായിരിക്കും? ഇത് ശ്രദ്ധിക്കൂ. നമ്പർ ഓഫ് ഷെൽസ് ഇവിടെ എത്രയാ? 3. പീരിയോഡിക് നമ്പർ 3. That will be the same. ഗ്രൂപ്പ് നമ്പർ 1 ഫാമിലി. ഏത് ഫാമിലിയിലാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന? ആൽക്കലി മെറ്റൽസ്. 2 it is alkaline earth metals അല്ലെ? 1നെ നമ്മൾ എന്ത് പറഞ്ഞു? ആൽക്കലി മെറ്റൽസ് എന്ന് പറഞ്ഞു. 2 alkaline earth metals. 3 to 12 it is transition metals. 13 boron family. 14 carbon family. 15 nitrogen family. 16 it is oxygen family. 17 halogens. 18 it is a noble gas. അപ്പൊ ഗ്രൂപ്പ് നമ്പർ അനുസരിച്ചിട്ട് അതിനെ ഓരോ ഫാമിലി ആയിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. 1 alkali metal. 2 alkaline earth metals. 3 to 12 it is transition metals. 13 boron. 14 carbon. 15 nitrogen. 16 oxygen. 17 halogen. 18 noble gas. Representative elements. Representative elements എന്ന് പറഞ്ഞാൽ group 1 and 2 and those in 13 to 18 of the periodic table. Is there any element?
Position of hydrogen in the periodic table. A position of hydrogen in the periodic is still under debate. In most of the periodic, hydrogen എന്താണ് alkali metals ന്റെ above alkali metals അല്ലേ? Being പക്ഷേ alkali metal എന്താണ്? Hydrogen എന്താണ്? ഒരു non metal ആണ്. Alkali metal are monoatomic. Hydrogen alkali atom elements metals എന്താണ്? Monoatomic. പക്ഷേ hydrogen diatomic. Like alkali metals, hydrogen loses. Alkali metals നെ പോലെ തന്നെ hydrogen എന്ത് സംഭവിക്കും? ഒരു ഇലക്ട്രോൺ ലൂസ് ചെയ്തിട്ട് കെമിക്കൽ റിയാക്ഷനിൽ അല്ലേ? At the same time, in some reaction, hydrogen gains one electron like halogens. Hydrogen എന്ത് സംഭവിക്കും? ഒരു ഇലക്ട്രോൺ ഗെയിൻ ചെയ്യും അല്ലേ? ഹാലോജൻസിനെ പോലെ തന്നെ ഒരു ഇലക്ട്രോൺ ഗെയിൻ ചെയ്യും. ആൽക്കലി മെറ്റൽസ് എന്ന് പറയുന്നത് സോളിഡ്സ് ആണ്. while hydrogen എന്ന് പറയുന്നത് എന്താണ്? ഒരു ഗ്യാസ് ആണ്. Normally, alkali metals have a low ionization, while hydrogen has a high ionization like halogens. Are there metals included? Element familiar to you, hydrogen and oxygen are familiar. Metals ഏതൊക്കെയാണ്? Sodium, magnesium. Non-metals എന്ന് പറയുമ്പോൾ ഏതൊക്കെയാ? കാർബണും നൈട്രജനും. In solid state ഏതൊക്കെയാ നമുക്ക് കാണുക? കാൽഷ്യം, സോഡിയം, പൊട്ടാസ്യം. ലിക്വിഡ് സ്റ്റേറ്റിൽ ഗാലിയം, ബ്രോമിൻ അതൊക്കെ ലിക്വിഡ് സ്റ്റേറ്റിലാണ്. gaseous സ്റ്റേറ്റിലാണെങ്കിൽ നൈട്രജനും ഓക്സിജനും. Elements of the group show periodicity in filling electrons in the atoms. They contain 1 to 8 electrons in the outermost shell. അപ്പോൾ എത്ര ഇലക്ട്രോൺസ് കണ്ടെയ്ൻ ചെയ്യണ? 1 തൊട്ട് 8 ഇലക്ട്രോൺസ് ആണ് outermost shell കണ്ടെയ്ൻ ചെയ്യണ. Elements of this group ആ ഗ്രൂപ്പിനെയാണ് നമ്മൾ എന്ത് പറയുക? റെപ്രസെന്റേറ്റീവ് എലമെന്റ്സ് എന്ന് പറയുക. Noble gas ഏതൊക്കെയാ? ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റോൺ, xenon and radon are the group 18 in the periodic table are noble gases. അതിനെയാണ് നമ്മൾ എന്ത് പറയുക? ഗ്രൂപ്പ് 18 എലമെന്റ്സിനെയാണ് നമ്മൾ എന്ത് പറയുക? നോബിൾ ഗ്യാസസ്. അതിൽ എന്തൊക്കെയാ പെടുക? ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റൺ, xenon and radon. മോണോഅറ്റമിക് മോളിക്യൂൾസ് ആണ് അല്ലെ? Do not combine with others. കാരണം എന്താ? They are inert gases. They are found in small അല്ലെ? കുറച്ച് അളവിൽ മാത്രമേ അത് കാണാറുള്ളൂ. റെയർ ഗ്യാസ് ആണ്. ഹീലിയം is used for filling. ഹീലിയം എന്തിനാ യൂസ് ചെയ്യണത്? ഫില്ലിംഗ് ബലൂൺസിൽ അറ്റ് ലോ ഡെൻസിറ്റി. നിയോൺ ഡിസ്ചാർജ് ലാംപ്സിൽ. Okay, for orange color. Argon, it is to electric bulb to prevent evaporation of the filament. Radon, radioactive ആണ്. List the elements in the group. Already we had studied from this box. പിന്നെന്താ? ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. അപ്പോൾ എത്രയാണോ അറ്റോമിക് നമ്പർ അതനുസരിച്ചിട്ട് നമുക്ക് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ പറ്റും. പിന്നെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? എല്ലാത്തിലും ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ നമുക്ക് കാണാൻ പറ്റും 8 ഇലക്ട്രോൺസ് ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഉണ്ട്. ഡു ഓൾ ടേക്ക് പാർട്ട് ഇൻ കെമിക്കൽ റിയാക്ഷൻ? നോ. ട്രാൻസിഷൻ എലമെന്റ്സ് ഇൻക്ലൂഡഡ് ഇൻ ഗ്രൂപ്പ് 3 to 12 ഇൻ ദ പീരിയോഡിക് ടേബിൾ അല്ലെ? 3 തൊട്ട് 12 വരെയുള്ള എലമെന്റ്സിനെയാണ് നമ്മൾ എന്ത് പറയുക? ട്രാൻസിഷൻ എലമെന്റ്സ് എന്ന് പറയുക. They form colored compounds. അപ്പോൾ ട്രാൻസിഷൻ എലമെന്റ്സിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർ കളേർഡ് കോമ്പൗണ്ട്സ് ആണ് ഫോം ചെയ്യുക. കളർ ഫോം ചെയ്യും അല്ലെ? They show similarity in chemical properties in groups as well as. അപ്പോൾ ഈ പീരീഡ്സിലും ഗ്രൂപ്പ്സിലും എന്ത് ഷോ ചെയ്യും? ഒരു കെമിക്കൽ പ്രോപ്പർട്ടീസ് അവർ ഷോ ചെയ്യാറുണ്ട്. ലാന്തനൈറ്റ്സ് ആൻഡ് ആക്ടിനൈറ്റ്സ് in the same elements with atomic number 89 to 103 of period 7 are given separate position at the bottom of the periodic table. നമ്മൾ പീരിയോഡിക് ടേബിൾ നോട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റും എന്താണ്? ഏറ്റവും താഴെയായിട്ട് അല്ലെ? 89 തൊട്ട് 103 വരെ കുറച്ച് എലമെന്റ്സിനെ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. അവർക്ക് സെപ്പറേറ്റ് പൊസിഷനും കൊടുത്തിട്ടുണ്ട്. അതിനെയാണ് ഇന്നർ ട്രാൻസിഷൻ എലമെന്റ്സ് എന്ന് പറയുക. ഇന്നർ ട്രാൻസിഷൻ എലമെന്റ്സ് എന്തൊക്കെയാണ്? ലന്താനം ടു ലുട്ടീഷ്യം ഓഫ് പീരീഡ് 6. പീരീഡ് 6ലെ ലന്താനം തൊട്ട് ലുട്ടീഷ്യം വരെയുള്ള എലമെന്റ്സിനെയാണ് നമ്മൾ ഇന്നർ ട്രാൻസിഷൻ എലമെന്റ്സ് എന്ന് പറയുക. അവരെയാണ് ലാന്തനോയിഡ്സ് എന്ന് കാറ്റഗറൈസ് ചെയ്യുക. ഇന്റർ ട്രാൻസിഷൻ എലമെന്റ്സ് ഫ്രം ആക്ടീനിയം ടു ലൊറേഷ്യം ഓഫ് പീരീഡ് 7. അപ്പൊ പീരീഡ് 6ൽ എന്താ ഉള്ളത്? ലന്താനം ടു ലുട്ടീഷ്യം, La to Lu. Then inner transition elements of period 7 actinium, that is Ac to loratium Lr of period 7. They are actinoids. Lanthanoids are called rare earth. Actinoids after uranium are artificial. അപ്പോൾ നമ്മൾ ഇതിൽ പഠിച്ചത് ഇന്നർ ട്രാൻസിഷൻ എലമെന്റ്സ് അല്ലെ? പീരീഡ് 7ല്. പീരീഡ് 6ല് ലാന്തനോയിഡ്സും പീരീഡ് 7ല് ആക്ടിനോയിഡ്സും. പീരിയോഡിക് ട്രെൻഡ്സ് ഇൻ ദ പീരിയോഡിക് ടേബിൾ സൈസ് ഓഫ് ആൻ ആറ്റം ഇൻ ഗ്രൂപ്പ്.
Are you familiar with the Bohr model of an atom? Which among the biggest atom? That is, what happened to size? Size and sambhavikkum. Size of the atom increases. Shell increase cheyumbo size increase cheyum from top to bottom. As we move from top to bottom, the ഓരോന്നിന്റെ തന്നിട്ടുണ്ട്. ഇവിടെ നോക്കൂ, ഹൈഡ്രജൻ ആണെങ്കിൽ 1, ലിഥിയം ആണെങ്കിൽ 3 ആവുമ്പോൾ 2 ഷെല്ല്. സോഡിയത്തിന് എത്രയുണ്ട്? 3 ഷെല്ലുണ്ട്. ഔട്ടർ മോസ്റ്റിൽ എത്ര എണ്ണം ഉണ്ട്? 1 ഇലക്ട്രോൺ. ഓക്കെ, പൊട്ടാസ്യം, റുബിഡിയം. As we move from top to bottom of a periodic table, അല്ലേ, മുകളിൽ നിന്ന് താഴേക്ക് പോകുമ്പോൾ എന്താവും? സൈസ് ഇൻക്രീസ് ചെയ്യും. Thereby increasing size increase ചെയ്യുമ്പോൾ automatic the atomic number increases. Number of shells also increases. Atomic size in a period. Representation of Bohr model of atom with atomic number 3 to 9 in the second period of the periodic table. Is there any increase in the number of shells with increase? അപ്പോൾ shells increase ചെയ്യുമ്പോൾ atomic number increase ചെയ്യും. Positively charged nucleus attract electrons. Therefore, on moving from left to right, left നിന്ന് റൈറ്റിലേക്കാണ് അല്ലെ, the nuclear charge എന്ത് സംഭവിക്കും? ഇൻക്രീസ് ചെയ്യും. Force of attraction of the outermost electron increases. Consequently, size of the atom decreases. അല്ലെ, force of attraction increase ചെയ്യുമ്പോൾ size decrease ചെയ്യും. ഇത് കണ്ടില്ലേ? From left to right. Left to right, if you are considering, what is that? Atomic nuclear charge increases. Force of attraction increases. Consequently, size of atom, what happens? It decreases. Ionization energy. Sodium chloride is formed by combining sodium and chloride atom. Bohr model of sodium and chlorine, it is given. This atomic radius is one of the method to express. Atomic radius ആണ് size express ചെയ്യാനുള്ളത്. Atomic, it is a distance from the center of the nucleus. Atomic radius എന്ന് പറഞ്ഞാൽ distance from the center of the nucleus to the outermost shell. It increases with increase in number of shells in the atom. അപ്പോൾ atomic radius എന്ത് സംഭവിക്കും? Increases with increase in the number of shells in an atom. Atoms become charged when there is a transfer of electron in this way. അപ്പോൾ ഇങ്ങനെ ഒരു ട്രാൻസ്ഫർ നടക്കുന്ന സമയത്താണ് ആറ്റംസ് ചാർജ്ഡ് ആവുക. ആ ചാർജ്ഡ് ആയ ആറ്റംസിനെയാണ് നമ്മൾ അയോൺസ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യുക. See here, Na plus, chlorine, Cl minus, they are the charges or ions present in them. In such a process, metals lose electron and become. Metals electron നഷ്ടപ്പെടുമ്പോൾ എന്ത് സംഭവിക്കും? Positively charge attain ചെയ്യും. The energy needed to liberate electron from the atom. Energy needed to liberate it is known as the ionization energy. The amount of energy required to liberate the most loosely bound, അല്ലേ, എത്ര എനർജി ആണോ റിക്വയർ? ലൂസ്ലി ബൗണ്ട് ഇലക്ട്രോൺ ഉണ്ട്. ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ എന്താവും? ലൂസ്ലി ബൗണ്ട് ആയിട്ടുള്ള ഇലക്ട്രോൺസ് എന്തെങ്കിലും പ്രസന്റ് ആണെങ്കിൽ അതിന് എത്ര എനർജി ആണോ ആവശ്യം, ആ ഇലക്ട്രോണിനെ റിലീസ് ചെയ്യാൻ എത്ര എനർജി ആണോ ആവശ്യം, അതിനെയാണ് നമ്മൾ അയോണൈസേഷൻ എനർജി എന്ന് പറയുക. അയോണൈസേഷൻ എനർജി ഡിപ്പെൻഡ്സ് ഓൺ 2 factors. ഏതൊക്കെ ഫാക്ടേഴ്സ് ആണ് അയോണൈസേഷൻ എനർജി ഡിപ്പെൻഡ് ചെയ്യുന്നത്? ന്യൂക്ലിയർ ചാർജ് ആൻഡ് ഓൾസോ ദ സൈസ് ഓഫ് ആൻ ആറ്റം. ഓക്കെ, when the size of an atom increases, the attraction of the nucleus, it also increases. Size of an atom increases, ionization energy ക്ക് എന്താ സംഭവിക്കുക? ഡിക്രീസ് ചെയ്യും. അല്ലേ, നമ്മളിവിടെ പറഞ്ഞതാണല്ലോ, എത്ര എനർജി ആണോ ഔട്ടർമോസ്റ്റ് ഷെല്ലിനെ റിലീസ് ചെയ്യാൻ എത്ര എനർജി ആണോ റിക്വയർഡ്, ആ എനർജിയാണ് നമ്മൾ അയണൈസേഷൻ എനർജി എന്ന് പറയണത്. പിന്നെന്താണ്? സൈസ്, ആറ്റത്തിന്റെ സൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ അയണൈസേഷൻ എനർജി ഡിക്രീസസ്. How ionization changes with increase in nuclear charge. Ionization energy decreases as we move down in a group. നമ്മൾ താഴേക്ക് പോകും തോറും due to the increase in size, അല്ലെ, ionization energy decrease ചെയ്യും നമ്മൾ താഴെ പോകും തോറും. കാരണം എന്താണ്? സൈസ് കൂടും, അല്ലെ, ആറ്റത്തിന്റെ സൈസ് കൂടുമ്പോൾ ionization energy decrease ചെയ്യും. As a result, the tendency to form the positive ion increases. Positive ion form ചെയ്യാനുള്ള ടെൻഡൻസി കൂടും. Atom size decreases as we move from left to right in a period. അല്ലെ, അത് നേരത്തെ നമ്മൾ കണ്ടതല്ലേ, ലിഥിയം സൈസ് കുറഞ്ഞു വരും, അല്ലെ, ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകും തോറും ആറ്റത്തിന്റെ സൈസ് എന്താണ്? കുറഞ്ഞു കുറഞ്ഞു വരികയാണ്. അയണൈസേഷൻ എനർജി ഇൻക്രീസ് ചെയ്യും. ആറ്റത്തിന്റെ സൈസ് കുറയുമ്പോൾ അയണൈസേഷൻ ഇൻക്രീസ് ചെയ്യും. ആറ്റത്തിന്റെ സൈസ് കൂടുമ്പോൾ അയണൈസേഷൻ എനർജി ഡിക്രീസ് ചെയ്യും.
Position of elements with the highest metallic character and highest non-metallic character. Electronegativity. Metals are called electropositive elements because they lose electrons to form positive. അപ്പോൾ മെറ്റൽസിനെ നമ്മൾ electropositive elements എന്ന് പറയാൻ കാരണം എന്താണ്? അവർ ഇലക്ട്രോൺസ് ലൂസ് ചെയ്യും അല്ലേ? ലൂസ് ഇലക്ട്രോൺസ് ടു ഫോം പോസിറ്റീവ് അയോൺസ് ഫോം ചെയ്യാൻ വേണ്ടി എന്താ സംഭവിക്കുക? അതിന് ഇലക്ട്രോൺസ് ലൂസ് ചെയ്യും. നോൺ മെറ്റൽസ് ആർ കോൾഡ് ഇലക്ട്രോനെഗറ്റീവ് എലമെന്റ്സ്. നോൺ മെറ്റൽസിനെയാണ് നമ്മൾ ഇലക്ട്രോനെഗറ്റീവ്, അതായത് മെറ്റൽസിനെ നമ്മൾ എന്ത് പറയും? ഇലക്ട്രോപോസിറ്റീവ് എലമെന്റ്സ് പറയും. കാരണം എന്താണ്? ഒരു പെട്ടെന്ന് ഇലക്ട്രോൺസ് ലൂസ് ചെയ്തിട്ട് പോസിറ്റീവ് അയോൺസ് ഫോം ചെയ്യും. നോൺ മെറ്റൽസിനെയോ ഇലക്ട്രോനെഗറ്റീവ് എലമെന്റ്സ് എന്ന് പറയും. കാരണം എന്താണ്? അവർ ഗെയിൻ ചെയ്യും അല്ലെ? ഇലക്ട്രോൺസ് ഗെയിൻ ചെയ്തിട്ട് നെഗറ്റീവ് അയോൺസ് ഫോം. അപ്പൊ ലൂസ് ചെയ്യുമ്പോ ഇലക്ട്രോപോസിറ്റീവ് എലമെന്റ്സ് ലൂസ് ചെയ്യുമ്പോൾ പോസിറ്റീവ് അയോൺസ് ആവും. ഇലക്ട്രോനെഗറ്റീവ് എലമെന്റ്സ് ഗെയിൻ ചെയ്യുമ്പോൾ നെഗറ്റീവ് അയോൺസും ആവും. പിന്നെന്താണ്? നോൺ മെറ്റൽസും ആണ്. ഓക്കെ. മെറ്റലോയിഡ്സ് elements exhibiting the properties of both മെറ്റലിന്റെയും നോൺ മെറ്റലിന്റെയും പ്രോപ്പർട്ടി രണ്ടും കൂടിയിട്ട് എക്സിബിറ്റ് ചെയ്യണതിനെയാണ് നമ്മൾ മെറ്റലോയിഡ്സ് എന്ന് പറയുക. സിലിക്കൺ, ജെർമേനിയം, ആർസനിക്, ആന്റിമണി, ടെലൂറിയം ബിലോങ് ടു ദിസ് കാറ്റഗറി. അപ്പൊ ഏതൊക്കെയാണ്? സിലിക്കം, ജെർമേനിയം, ആർസനിക്, ആന്റിമണി, ടെലൂറിയം, അതൊക്കെയാണ് ഈ കാറ്റഗറിയിൽ ഉൾപ്പെടുന്നത്. Trend size of the atom down the group across the group. Understood the history of classification. അപ്പൊ ഈ ടേബിൾ നിന്ന് തന്നെ നമുക്ക് ഓരോന്നിന്റെയും പ്രോപ്പർട്ടീസ് അനുസരിച്ചിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ. So understanding the periodic table, briefly you will get the explanation all about the electronegativity, size, ionic charge, everything. Okay. If you are interested, that's all about this chapter. If you are interested, please do like, share and subscribe my channel. Okay, thank you.